അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂഹ് നബി അലൈഹി സ്വലാമയുടെ വഫാത്തിന് ശേഷവും കുറേ കാലം ഭൂമിയിൽ ശാന്തിയും സമാധാനവും നിലനിന്നു. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു. വീണ്ടും ജനങ്ങൾ തോന്നിവാസികളാകാൻ തുടങ്ങി. അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങളും അക്രമവും ചൂഷണവും മറ്റു മഹാപാപങ്ങളും തലപൊക്കി. ഈ ഘട്ടത്തിൽ അള്ളാഹു ഇടയ്ക്കിടെ പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. അതിലൊരാളാണ് ഹൂദ് നബി അലൈഹി സ്വലാം. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ പ്രവാചകരാണ് ഹൂദ് നബി അലൈഹി സ്വലാം. ആദ് എന്ന പേരിൽ ചരിത്രപ്രസിദ്ധരായ ജനതയിലേക്കാണ് ഹൂദ് നബി അലൈഹി സ്വലാമിനെ നിയുക്തനായത്. ഇറം എന്ന ദേശത്താണ് ഇവർ അധിവസിച്ചിരുന്നത്. വലിയ ശക്തരായിരുന്നു ഇവരെന്ന് ഖുർആൻ പറയുന്നു. പാറ തുറന്നുണ്ടാക്കിയ വീടുകളിലാണ് അവർ താമസിച്ചിരുന്നത്. ലോകത്ത് ഇന്നോളമുണ്ടായ ജനവിഭാഗങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തരായിരുന്നു ഇവർ. അഹങ്കാരം ഇവരെ നിഷേധികളാക്കി മാറ്റി. കൊല, കൊള്ള, ചൂഷണം, വ്യഭിചാരം, വിഗ്രഹാരാധന തുടങ്ങിയ മഹാപാപങ്ങളിൽ ഇവർ മുഴുകി. ഹൂദ് നബി അലൈഹി സ്വലാമിനെ ഇവരെ ഉപദേശിക്കാൻ തുടങ്ങി. തുച്ഛം ആളുകൾ മാത്രമാണ് പശ്ചാത്തപിച്ച് മടങ്ങിയത്. മറ്റുള്ളവർ നബിയെയും അനുയായികളെയും പരിഹസിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ഹൂദ് നബി അലൈഹി സ്വലാം അവർക്ക് താക്കീത് നൽകി, ഈ നില തുടർന്നാൽ അള്ളാഹുവിൻ്റെ കഠിന ശിക്ഷ നിങ്ങളെ പിടികൂടും. എന്നാൽ അതൊന്ന് കാണട്ടെ എന്നായിരുന്നു അവർ. കഠിനമായ ക്ഷാമവും വരൾച്ചയും അവരെ പിടികൂടി. പട്ടിണി കിടന്ന് മനുഷ്യർ ചത്തൊടുങ്ങാൻ തുടങ്ങി. പനകൾ കടപുഴകി വീണതുപോലെ ഭീകരന്മാരുടെ ശവങ്ങൾ കാണപ്പെട്ടു. ഹൂദ് നബി അലൈഹി സ്വലാം തൻ്റെ ഉപദേശവും താക്കീതും തുടർന്നു വന്നു. അവർ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു. ഈ ആപത്തെല്ലാം ഹൂദ് നബി അലൈഹി സ്വലാമയുടെ സിഹർ മൂലം ഉണ്ടാകുന്നതാണെന്നവർ പുലമ്പി. നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, സർവശക്തനായ റബ്ബേ, ഏറെക്കാലമായി ഞാൻ അവരിൽ പ്രബോധനം നടത്തുന്നു, യാതൊരു ഫലവുമില്ല. ഇനി ഇവർ നന്നാവുമെന്ന് തോന്നുന്നുമില്ല. എന്നെയും അനുയായികളെയും ഇവരിൽ നിന്ന് രക്ഷിക്കണമേ. അള്ളാഹു അരുളി, ഒരു കൊടുങ്കാറ്റ് മൂലം അവരെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. താങ്കളും അനുയായികളും നാടുവിട്ടുകൊള്ളുക. നബിയും അനുയായികളും നാടുവിടാൻ ഒരുങ്ങി. അവസാനത്തെ താക്കീതും ജനങ്ങൾക്ക് നൽകി. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലെങ്കിൽ കൊടുങ്കാറ്റ് മൂലം നിങ്ങളെ നശിപ്പിക്കും. ഈ അവസാന നിമിഷത്തിലെങ്കിലും എൻ്റെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാവുക. അവർ കുലുങ്ങിയില്ല. നബിയെ വധിക്കാൻ ശ്രമിച്ചു. നബിയും അനുയായികളും നാടുവിട്ടോടി രക്ഷപ്പെട്ടു. ഉടനെ ആകാശം ഇരുണ്ടു. ഇടിപ്പടക്കങ്ങൾ പൊട്ടി. ജനങ്ങൾ ആഹ്ലാദിച്ച് തുള്ളിച്ചാടി. മഴ പെയ്യാൻ പോകുന്നുവെന്നവർ കരുതി. അതല്ല ഉണ്ടായത്. കൊടുങ്കാറ്റ് ആഞ്ഞു വീശി ഭൂമിക്കിടുത്തു. കാറ്റിൻ്റെ കാഠിന്യത്തിൽ മലകൾ പോലും പറഞ്ഞു വീണു. ശക്തന്മാരായ ഭീമന്മാർ തങ്ങളുടെ കാലുകൾ ഭൂമിയിൽ കുഴിച്ചിട്ടുറപ്പിച്ചു നിന്നു നോക്കി. പക്ഷേ രക്ഷപ്പെട്ടില്ല. കാറ്റ് അവരെ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു. അവരൊന്നടങ്കം അന്വേഷിച്ചു. ഖുർആൻ ഈ ഭീകരന്മാരുടെ നാശത്തെ വിശേഷിപ്പിച്ചതെങ്ങനെയാണ്? പരുത്ത ഈത്തപ്പന മരങ്ങൾ പറഞ്ഞു വീണ് കിടക്കുന്നത് പോലെ കാണപ്പെട്ടു. അങ്ങനെ ആ ഭീകരന്മാരുടെ ഹുങ്ക് അവസാനിച്ചു. ഹൂദ് നബി അലൈഹി സ്വലാമയും ശിഷ്യരും മക്കയിലേക്കാണ് പോയത്. അവർ അവിടെ സ്ഥിര താമസമാക്കി. ഹൂദ് നബി അലൈഹി സ്വലാം അന്ത്യവിശ്രമം കൊള്ളുന്നത് കഅബയുടെ സമീപം റുക്നിൻ്റെയും സംസമിൻ്റെയും മധ്യ എന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹു അവിടേക്ക് പോവാനും അവിടെ നിന്ന് സിയാർത്ത് ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ആയുസ്സ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.